തിരുവാലിയിൽ കൈക്കൂലി വാങ്ങുന്നതിനിടെ വില്ലേജ് ഓഫീസറെ വിജിലൻസ് സംഘം കൈയോടെ പൊക്കി. തിരുവാലി ഫീൽഡ് വില്ലേജ് ഓഫീസർ റഹ്മത്തുള്ളയാണ് പിടിയിലായത്. പട്ടയത്തിലെ തെറ്റുതിരുത്താൻ 7 ലക്ഷം രൂപയാണ് റഹ്മത്തുള്ള ആവശ്യപ്പെട്ടിരുന്നത്. ഈ ആഴ്ച മാത്രം മലപ്പുറം ജില്ലയിൽ 3 സർക്കാർ ഉദ്യോഗസ്ഥരാണ് കൈക്കൂലി കേസിൽ അറസ്റ്റിലായത്. മലപ്പുറം തിരുവാലി കാരക്കുന്ന് സ്കൂൾ പടിയിൽ വെച്ചാണ് കൈക്കൂലി കേസിൽ വില്ലേജ് ഓഫീസർ അറസ്റ്റിലായത്. തിരുവാലി ഫീൽഡ് വില്ലേജ് ഓഫീസർ റഹ്മത്തുള്ളയെയാണ് വിജിലൻസ് സംഘം പരാതിക്കാരനിൽ നിന്ന് കൈക്കൂലി വാങ്ങുന്നതിനിടെ കൈയോടെ പിടികൂടിയത്. കാലങ്ങളായി കൈവശം വെച്ച് നികുതി അടച്ചുവരുന്ന ഭൂമിയുടെ പട്ടയത്തിനായാണ് റഹ്മത്തുള്ള കൈക്കൂലി ആവശ്യപ്പെട്ടത്. പരാതിക്കാരന്റെ കൈവശമുള്ള 1 ഏക്കർ 34 സെന്റ് ഭൂമിയിൽ 60 സെന്റ് ഭൂമിക്കാണ് പട്ടയമുള്ളത്. ശേഷിക്കുന്ന സ്ഥലത്തിന് വർഷങ്ങളായി നികുതി അടയ്ക്കുന്നുമുണ്ട്. ഈ ഭൂമിക്ക് പട്ടയം ശരിയാക്കി നൽകാമെന്ന് പറഞ്ഞാണ് റഹ്മത്തുള്ള പരാതിക്കാരനിൽ നിന്ന് കൈക്കൂലി ആവശ്യപ്പെട്ടത്. 7 ലക്ഷം രൂപ ആവശ്യപ്പെടുകയും അഡ്വാൻസായി 2 ലക്ഷം രൂപ വേണമെന്നും ആവശ്യപ്പെട്ടു. തുടർന്ന് പരാതിക്കാരൻ വിജിലൻസിനെ സമീപിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വിജിലൻസ് നിർദ്ദേശപ്രകാരം 50,000 രൂപ കൈമാറുന്നതിനിടെ വിജിലൻസ് സംഘം കൈയോടെ പിടികൂടുകയായിരുന്നു. ഈ ആഴ്ച മാത്രം മലപ്പുറം ജില്ലയിൽ വ്യത്യസ്ത കേസുകളിലായി 3 സർക്കാർ ഉദ്യോഗസ്ഥരെയാണ് കൈക്കൂലി കേസിൽ വിജിലൻസ് പിടികൂടിയത്. തിരുവാലി, കാവനൂർ, തിരൂർ എന്നിവിടങ്ങളിലാണ് സംഭവം. കാവനൂർ പഞ്ചായത്ത് സെക്രട്ടറി, തിരൂർ ലാൻഡ് ട്രിബ്യൂണൽ ഓഫീസർ എന്നിവരെയാണ് മുൻപ് പിടിയിലായവർ. കേരള വിഷൻ, മലപ്പുറം.